നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വൈസ് ചെയർപേഴ്സൺ ഐശ്വര്യ മേഡത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുക. ഓക്കെ, അത് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ആഖി പഴയതുപോലെ കമ്പനി ഉത്തരവാദിത്തങ്ങൾ ഏൽക്കണം, അല്ലേ വസു? ആ, അത് ശരിയാ. വൈസ് ചെയർപേഴ്സണെ മാറ്റുന്ന കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്തിട്ട് എന്താ ഏതാന്നൊക്കെ വേണ്ടതുപോലെ ചെയ്യാം. അഖി കമ്പനിയുടെ മൊത്തത്തിലുള്ള ചുമതലയേക്കട്ടെ. അതെ, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അഖി കമ്പനി ചുമതലയേക്കണം. സമ്മതിച്ചു. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ കണ്ടീഷൻ ആദ്യം നടപ്പിലാക്കണം. എന്നെ പുറത്താക്കി അടങ്ങുള്ളൂ അല്ലേ? ഇത്രയ്ക്ക് വാശി എന്താക്കി എന്നോട്? നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിക്കണമെങ്കിൽ നിലവിലുള്ള വൈസ് ചെയർപേഴ്സണെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് ശ്യാമയെ നിയമിക്കണം. ഇത് ഒരു നല്ല നിർദ്ദേശമാണ്. ആ, എനിക്കും അതിന് സമ്മതം. ആ അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. അപ്പോ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം, അല്ലേ? ഈ കമ്പനിയുടെ ചെയർപേഴ്സണായി ശ്യാമ ഈ പടി കയറുന്ന നിമിഷം ഞാൻ കമ്പനിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നേക്കുമായി. അറിയാം, എനിക്കറിയായിരുന്നു ഇതാകും മറുപടിയെന്ന്. ഞാൻ എന്റെ പുന്നാരമ്മയുടെ മനസ്സ് ഒന്നുകൂടി അറിയാൻ വെറുതെ പറഞ്ഞതാ. എന്റെ ശ്യാമയുടെ കരിയർ ഇവിടെ കമ്പനി നടത്തി തീർക്കാനുള്ളതല്ല. അയാൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കമ്പനി ചുമതല ഏൽക്കുന്ന കാര്യം നടക്കില്ല. എനിക്ക് തൽക്കാലം അത്യാവശ്യം ജീവിക്കാൻ മാർഗമുണ്ട്. പച്ചക്കറി ബിസിനസ്. ആ ചെറിയ ലാഭം മതി എനിക്ക്. ഈ കമ്പനിയുടെ വളർച്ചയിൽ നിന്റെ വിയർപ്പ് കൂടിയുണ്ട്. അന്ന് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്നെ മാറ്റുമ്പോ അത് ഓർത്തില്ലേ? എന്റെ കട അടച്ചിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോവാ. എന്റെ ബിസിനസ് അതാ എനിക്കിപ്പോ പ്രധാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.